ടൊയോട്ട ഇന്നോവ ഫോർച്യൂണർ ഈ ഒരു വാഹനങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റാണ് പെർഫോമൻസ് ലോ. ആ ഒരു കംപ്ലൈൻറ്റിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കാണിക്കുന്നത്. 2012 മോഡൽ ഇന്നോവയാണ്. വണ്ടിക്ക് ചെറിയൊരു വലിക്കമ്മുണ്ട്. ചെറുത് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. 2,48,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പം ചെറിയൊരു ടിപ്പാണ്, ഇത്രയും ചെറിയ വലിക്കമ്മിയൊക്കെ ഫീൽ ചെയ്യാണ്. അതുപോലെ സ്മൂത്തായിട്ട് കയറി പോവുമല്ലോ, ഒരു തേർഡിൽ ഫോർത്തിലൊക്കെ ഇട്ട് കയറ്റുമ്പോൾ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കയറി പോകുന്നൊരു പെർഫോമൻസ് ഉണ്ട്. അത് ഇന്നോവയ്ക്ക് ഇല്ലാന്ന് തോന്നുകയാണെങ്കിലുള്ള റെഡിയാക്കാനുള്ള ടിപ്പാണിത്. സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന കേസേ ഉള്ളൂ. ആർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ ഇടങ്ങേറുമില്ല. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇന്നോവയുടെ എൻജിൻ റൂം വരുന്നത്. ഇതൊരു ഇൻ്റർകൂളർ വരുന്നൊരു ഇന്നോവയാണ്. നമുക്കിതാ ഇവിടെയാണ് ഈ വണ്ടീൻ്റെ വർക്ക് വരുന്നത്. ഈ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കയറുന്ന ഈ ലൈൻ്റെ ഇവിടെയാണ് ഈ ബൂസ്റ്റ് പ്രഷർ സെൻസറിലേക്ക് വരുന്ന ഈ ഒരു പൈപ്പിൻ്റെ ഇവിടെയാണ് നമ്മളുടെ വർക്ക് വരുന്നിട്ടുള്ളത്. അതിൻ്റെ രണ്ടറ്റാണ് എന്ന് വെച്ചാൽ ബൂസ്റ്റ് പ്രഷർ സെൻസറിലേക്ക് കയറുന്ന ഒരു ലൈനും അതേപോലെ മാനിഫോൾഡിൻ്റെ അവിടുന്ന് എയർ ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒരു ലൈനുമാണുള്ളത്. അപ്പോൾ രണ്ട് ലൈനും അയച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ലൈനും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രത്തോളം ഓയിലൊക്കെ വന്ന് ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഓയിൽ എത്രയും തന്നെ എന്തെങ്കിലും ഡാമേജോ പൊട്ടോ അല്ലെങ്കിൽ പൈപ്പിന് ലീക്കോ വന്നാലേ ഇങ്ങനെ ഇവിടെ ഓയിൽ എത്തുള്ളൂ. അതായത് എയർ ഔട്ടാകുമ്പോൾ പുറത്തേക്ക് ഔട്ടായി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ ഇവിടെ വന്ന് ഇത്ര അടിയുക. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് നല്ല രീതിയിൽ തുടച്ച് ക്ലീനാക്കി ഫുള്ള് ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും ക്ലീൻ ആക്കിയപ്പോൾ തന്നെ നമ്മുടെ ലീക്കേജ് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ നീളക്കനെ കാണുന്ന ഈ ഒരു വിള്ളലാണ് നമുക്ക് എയറിലൂടെ ലീക്കായി പോകുന്നത്. ഇത് ചെക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡ് പൊത്തി പിടിച്ച് മറ്റേ സൈഡിലൂടെ മെല്ലെ ഊതിക്കഴിഞ്ഞാൽ എയർ ഔട്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ലീക്കേജ് ഉണ്ടോ അല്ലേ മനസ്സിലാക്കും. അങ്ങനെ ലീക്കേജ് എവിടെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ലീക്ക് ഈ നീളക്കനുള്ള വിള്ളലാണുള്ളത്. ഇത് കാലപ്പഴക്കം കൊണ്ട് വരുന്നതാണ്. നല്ല എയർ അടിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വിള്ളലിൻ്റെ ഓയിൽ പോലത്തെ കണ്ടന്റ് പുറത്തേക്ക് വരുന്നതല്ലേ. അപ്പോൾ അവിടെയാണ് കറക്റ്റ് നമ്മുടെ ലീക്ക് ഉള്ളത്, പുറത്തേക്ക് ഔട്ടാവുന്നത് കണ്ടല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലീക്കേജ് ഉള്ളത്. ഇനി നമുക്കിത് തൽക്കാലത്തേക്ക് ഇത് മാറുന്നില്ല. നമുക്കിത് എറാൾഡേറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങുന്ന ഒരു എറാൾഡേറ്റ് ആണ്. ഇത് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു വിള്ളലുള്ള ഭാഗത്തേക്ക് നല്ലോണം ആക്കി കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങുന്നതാണ്. നല്ല രീതിയിൽ കട്ടിക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഈ സാധനം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ ഉറച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഒട്ടുന്ന ഒന്നുമില്ല. നല്ല രീതിയിൽ ഉറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയിലേക്ക് ഈ സാധനം തിരിച്ച് റീസെറ്റ് ചെയ്യാം. രണ്ട് ലൈനും ഫിറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും ഒന്ന് സൈഡ് പൊത്തി പിടിച്ച് മറ്റേ സൈഡിൽ ഊതിയിട്ട് ഇതിലൂടെ എയർ ഔട്ടായി പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ശേഷം ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ലോക്കായിട്ടുണ്ട്. മറ്റേ സൈഡിലേക്ക് നമ്മൾ ബൂസ്റ്റ് പ്രഷർ സെൻസറിൻ്റെ മുകളിലേക്ക് ആ പൈപ്പ് കയറ്റി കൊടുക്കാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മളതേപോലെ എയർ മാസ് സെൻസറും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഓടിയ വണ്ടിയാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് ഇതിൻ്റെ മുകളിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിക്കൽ കോൺടാക്ട് സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാം.
ഓക്കെ, നമ്മളെ വണ്ടിയുടെ ഫുൾ വർക്ക് ചെയ്യേണ്ടിയിട്ട് ഇത്ര വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതൊന്നും അധികം ടൈം എടുക്കുന്ന പണിയല്ല, പെട്ടെന്ന് തീരുന്ന വർക്കാണ്. അപ്പം നമ്മുടെ വണ്ടിയുടെ വർക്ക് ചെയ്യേണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. നമ്മുടെ ഈ ഒരു ഇന്നോവ 2,48,844 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി എന്തായാലും ഓടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. നൈസ് പെർഫോമൻസ് ആണ്. പണ്ടുണ്ടായിരുന്ന പോലെ ഒരു പെർഫോമൻസിന് ലാഗ് ഉണ്ടായിരുന്നു, ആ ഒരു ലാഗൊന്നുമില്ല. കയറി അങ്ങ് പോവുകയാണ്. അതേപോലെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഈ വണ്ടിയുടെ പെർഫോമൻസ് കയറി പോകുന്ന ഒരു വീഡിയോ വെച്ചാൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഇടുന്നില്ല, അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പം വണ്ടി നല്ല മാറ്റമുണ്ട്. അപ്പം നിങ്ങളുടെ വണ്ടിക്കും ഈ ഒരു സംഭവം എന്തായാലും ഉണ്ടാവും. 1,00,000 മുകളിലൂടെ എന്തായാലും വണ്ടിക്ക് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ വണ്ടിക്കും ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഓയിലിൻ്റെ സ്പോട്ടഡ് എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ വന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യൂ, വിവരം അറിയിക്കും.